ഒരു കുരു പൊട്ടിയിട്ട് കാര്യമൊന്നുമില്ല കോയ. ഉള്ള കാര്യം പറയുമ്പോഴേ കുരു പൊട്ടിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങള് വാല് പൊക്കണ കാണുമ്പോ നമുക്കറിയാം കാര്യമൊക്കെ. ഓക്കെ, നിങ്ങൾ വാല് പൊക്കിയാൽ ഇടുന്ന ചാണകം ഒട്ടകത്തിന്റെ ചാണകമാണെന്നേ നമുക്കറിയാം. അയ്യേ ചമ്മിപ്പോയി എഴുന്നേക്ക് കോയ പോട്ടെ. കോയ എഴുന്നേക്ക് കോയ. കോയ എഴുന്നേക്ക് കോയ. കോയ എഴുന്നേക്ക് കോയ. ഉത്തരം പറഞ്ഞു കഴിയുമ്പോ കിടന്ന് ഇതുപോലെ കുരു പൊട്ടിയിട്ട് കാര്യമുണ്ടോ? സാറല്ല കോയ, കുരു പൊട്ടി ഇങ്ങനെ ഇരിക്കും എനിക്കറിയാം. നിങ്ങളെ കുരു വലിയൊരു കുരുവായിരുന്നു. ചെല്ല് കോയ, തേഞ്ഞു കോയ. തേയാൻ വേണ്ടി കോയയുടെ ജനം പിന്നെയും ബാക്കി. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. People call me Uche. This is my entertainment. ഇവൻ പോയാ വീഴൂ, ഞാൻ വീഴ്ത്തും. ഓക്കെ, നമസ്കാരം, ആരാണ്? ആരിഫ് ഹുസൈൻ അല്ലേ? ആ, എന്റെ പേര് മുനീർ എന്നാണ്. ഞാൻ വിളിച്ചത് അങ്ങയുടെ ഒരു വീഡിയോയിലെ പരാമർശം കണ്ടിരുന്നു. വിശ്വാസിയാണോ? ഞാൻ വിശ്വാസിയാണ്. പറയൂ, ഏതാണ് പരാമർശം ചെയ്തിരുന്നു? അങ്ങ് നിങ്ങൾ ഉസ്താദിനോട് ചോദിച്ചോ അത് കേട്ടപ്പോ? ഉസ്താദിനോട് ആരോടെങ്കിലും ചോദിച്ചോ എന്ത് അതിന്റെ വസ്തുത എന്താണെന്ന്? ചോദിച്ചിരുന്നു. ചോദിച്ചു. എന്നല്ല, ആരാ മനസ്സിലായില്ല? താമരശ്ശേരി ചുരം. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തോളാം, ആദ്യം പണി നടക്കട്ടെ എന്ന് പറഞ്ഞട്ടെ. അങ്ങനെ ആ 4 മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് നിങ്ങൾ ബന്ധനസ്ഥരാക്കുകയും പിടിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യണമെന്ന ആയത്താണ് സർവോദിയിട്ടുള്ളത്. ഇതിനുശേഷം ഇനി ഏതെങ്കിലും ഒരു ബഹുദൈവ വിശ്വാസി താങ്കളുടെ സമക്ഷം അഭയം തേടി വരുന്നുവെങ്കിൽ അള്ളാഹുവെങ്കിൽ വചനം കേട്ട് മനസ്സിലാക്കാനായി അവർ അഭയം നൽകണം. അവർക്ക് അഭയം നൽകണമെന്ന് പറയാം. പരസ്പര വിരുദ്ധമല്ലേ സാർ? വല്ലപേട്ടന്റെ വിശാല മനസ്കർ നീ മനസ്സിലാക്കണം. സോറി വല്ലപേട്ട. അല്ല, എന്തിനു വേണ്ടിയിട്ടാണ് അഭയം നൽകുന്നത്? അവർ നിങ്ങളോട് അഭയം ചോദിച്ചാൽ സാർ എങ്ങനെയാണെങ്കിലും ഏത് കാരണം കൊണ്ടാണെങ്കിലും അവർ അവിശ്വാസികളാകുമ്പോൾ ഇനി ഇനി ഒരു വിഷയം കൂടെ ഞാൻ പറയാണ്. ഈ അവിശ്വാസികളായ ആളുകൾ എന്തുകൊണ്ട് അറബികൾ അവിടെ ജോലി കൊടുക്കുന്നു എന്നുള്ള ചോദ്യം എന്റെ മുമ്പിലുണ്ട്. എനിക്ക് ആത്മാർത്ഥത ഇല്ലതാ. മഹാഭാരതത്തിലെ കർണനാണ് കവിത പൊളിച്ചു നോക്കടാ. അഭയം ചോദിച്ചു വന്നാൽ എന്തിനു വേണ്ടിയിട്ട് അഭയം കൊടുക്കണം എന്ന് എഴുതിയത് ഇപ്പൊ വായിച്ചത്? ഇനി ഏതെങ്കിലും ഒരു ബഹുദൈവ വിശ്വാസി താങ്കളുടെ സമക്ഷം അഭയം തേടി വരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ വചനം കേട്ട് മനസ്സിലാക്കാനായി എന്ന് പറഞ്ഞാൽ ധാർമ്മികമായ കാര്യങ്ങൾ അവർ പഠിക്കാൻ വേണ്ടിയായിട്ട്, ധാർമ്മിക വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടിയായിട്ട് അവർ വന്നാൽ അവർക്ക് അഭയം നൽകണം. പിന്നെ സുരക്ഷിതമുള്ള ഒരു സ്ഥലത്ത് അവനെ എത്തിച്ചു കൊടുക്കുകയും വേണം. അള്ളാഹുവിന്റെ വചനം എന്താ? ദൈവത്തിന്റെ വചനം എന്താണ്? വലാ തഖ്തുലൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അകാരണമായില്ല എന്ന് ഖുർആനിലെ കൽപ്പനയല്ലേ? ആകാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഫോൺ വെച്ചോ, ഞാൻ സംസാരിക്കുന്നില്ല. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരം ഇല്ല. ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. ഖുർആന്റെ വാചകമല്ലേ സാർ? ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. അതെ, ഉത്തരവില്ലാതെ മുങ്ങരുത് സാർ. ഉത്തരവില്ലാതെ മുങ്ങരുത് സാർ. സാർ, ഞാൻ ചോദിച്ചത് ഇസ്ലാമിലെ ഏറ്റവും ഒക്കെ ശരി. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കിത് ഞാൻ ഇപ്പൊ കലിമയൊല്ലും 1 ലക്ഷം രൂപയും തരും. എന്ത് വേണമെന്ന് ഇപ്പൊ അയ്യോ, ഇത്രയും നല്ലൊരു ഓഫർ തന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള ധൈര്യം ആർക്കുമില്ലേ? ശുദ്ധമായ ഖുർആന്റെ ആ പശ്ചാത്തലം മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയല്ലേ? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇത് ഓൺ ദ സ്പോട്ട് കലിമയൊല്ലും. എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കണ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ചു പറ. സാർ, കെലിമ ചൊല്ലി വന്നാൽ സാർ ഒന്നുകൂടി ഞങ്ങൾക്ക് ഭാരമായി മാറും സാർ. സാർ കെലിമ ചൊല്ലി ഒരിക്കലും സാർ കെലിമ ചൊല്ലി വന്നാൽ ഞങ്ങൾക്ക് ഭാരമായി മാറും സാർ. സാർ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി ബുദ്ധിമുട്ടായി മാറും സാർ. അതുകൊണ്ട് സാർ അവിടെ തന്നെ നിൽക്കണം സാർ. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് സാർ. സാർ അവിടെ തന്നെ നിൽക്കണം സാർ. സാർ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് സാർ. ഇവിടെ നടക്കില്ല സാർ.
ഖുർആനിൽ തന്നെയുള്ള സാർ എന്തിനാ സാർ മറ്റുള്ളവരെ വഞ്ചിക്കുകയും പറ്റിക്കുകയും വിവരമില്ലാത്തൊരു ജനതയെ പറ്റിക്കുകയും ചെയ്യുന്നതിന് സാർ എങ്ങനെ എന്നെ ഹനുമാനിലായിരുന്നു എല്ലാരും വിളിച്ചിരുന്നത് ഈ മോന്ത കണ്ടിട്ടാ ചാട്ടം കണ്ടിട്ട് സാർ ഇങ്ങനെ പറ്റിക്കുന്ന മറ്റുള്ള ആളുകളെ എങ്ങനെ പറ്റിക്കാൻ കഴിയുന്നു മറ്റേ എങ്ങനെ പറ്റിക്കാൻ കഴിയുന്നു സാർ സാർ എത്ര നാൾ ഈ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കും സാർ സാർ രാഹുൽ ഈശ്വറിന്റെ മുമ്പിൽ സാർ ഉത്തരം മുട്ടിപ്പോയല്ലോ സാർ രാഹുൽ ഈശ്വറിന്റെ മുമ്പിൽ സാർ ഉത്തരം മുട്ടിപ്പോയി സാർ സാർ തോറ്റുപോയല്ലോ സാറേ രാഹുൽ ഈശ്വർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും സാറിന് മറുപടി ഇല്ലാതായി പോയല്ലോ സാർ സാർ ഭയങ്കര സാർ ഹൈന്ദവ പുരാണങ്ങളിൽ ചോദിക്കും സാർ വെറും കള്ളത്തരമാണ് സാർ നേരിട്ട് മുട്ടാൻ സാറിന് കഴിയാത്തത് കൊണ്ട് സാർ മുഹമ്മദ് നബിയുടെ കല്യാണത്തെ കുറിച്ച് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ സാർ കള്ളത്തരം ഒഴിവാക്ക് സാർ കള്ളത്തരം ഒഴിവാക്കി സത്യം പറയാൻ നോക്ക് സാർ കള്ളത്തരത്തിന്റെ ആളായി മാറല്ലേ സാർ വെറും കള്ളത്തരമായി മാറല്ലേ ഒരു സമുദായത്തെ പ്രതികൂട്ടിലാക്കാൻ വേണ്ടി സാറിൽ കാണിക്കുന്ന ഈ നുണകള് അത് വലിയ താമസമില്ലാതെ പൊളിഞ്ഞു പോകും സാർ പൊളിഞ്ഞു പോകും സാറേ. A few minutes later. ഹലോ നമസ്കാരം ആരിഫ് സാറല്ലേ? നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്ഥിരം പ്രേക്ഷകനാണ്. പ്രവർത്തിന്മുഖരെ നുണയന്തിയും എന്നൊരു ശ്ലോകമുണ്ട്. പ്രവർത്തിക്ക് നിരക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം. ഈ മുസ്കാലങ്ങൾ കേട്ടി തന്നാലുണ്ടല്ലോ. അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അങ്ങ് ജാമിദ ടീച്ചറും കൂടി ഒരു ചർച്ചയില് അബ്ദുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ അബ്ദുള്ള മരണപ്പെട്ട് 4 വർഷത്തിന് ശേഷമാണ് ആമിന എന്നവർ ഗർഭിണിയായത് എന്നൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. എന്താണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം, എന്താണ് അതിന്റെ പ്രൂഫ് എന്നൊന്ന് പറയാമോ? ഇത് വലിയ പൊല്ലാപ്പായല്ലോ, മനുഷ്യൻ എങ്ങനെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടല്ലോ പ്രൂഫിനെ കുറിച്ച്. അതിൽ പറയുന്ന അൽ ഉമ്മ എന്ന് പറയുന്ന കിതാബ്, ആ ഗ്രന്ഥം ഇമാം ഷാഫി തങ്ങളുടെയാണ്. ഇമാം മാലിക് തങ്ങൾക്ക് അൽ ഉമ്മ എന്ന് പറയുന്ന ഒരു കിതാബില്ല. ജാമിദ ടീച്ചറല്ലേ അതിനെ കുറിച്ച് പറയുന്നത്? ജാമിദ ടീച്ചറല്ലേ അതിനെ കുറിച്ച് പറയുന്നത്? അപ്പൊ നിങ്ങൾ പറഞ്ഞു അവിടെ തിരുത്തി കൊടുക്കുന്നുണ്ട് 4 മാസം അല്ലേ എന്ന്. 4 വർഷം അതെ തിരുത്തി കൊടുക്കുന്നുണ്ട്. ഏതാണ് പ്രൂഫ് അതിന്റെ? ചരിത്രം എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾ എന്താ കരുതുന്നത്? 4 വർഷം കഴിഞ്ഞിട്ട് പ്രസവിച്ചു എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുന്നതാണോ നിങ്ങൾ പറയുന്നത്? അതാണ് നിങ്ങളുടെ പ്രതീക്ഷ? അങ്ങനെയല്ല അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെയല്ല അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുക. നിങ്ങൾ കാണാൻ കഴിയുക അബ്ദുള്ളയുടെ സഹോദരനും സഹോദരന്റെ മകനും അതുപോലെ അബ്ദുള്ളയുടെ മകനുമായിട്ടുള്ള ഇവര് തമ്മിലുള്ള പ്രായ വ്യത്യാസവും അവർ തമ്മിലുള്ള കാര്യങ്ങളും കണക്കൂട്ടി നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഡിസ്പാരിറ്റി കാണാൻ പറ്റും ആ ചരിത്രം എഴുതി വെച്ചതിൽ. അത് കണക്ക് കൂട്ടുമ്പോഴാണ് അത് 4 വർഷത്തിന്റെ വ്യത്യാസം കാണാൻ കഴിയുന്നത്. മനസ്സിലായോ? താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. ഇത് നിങ്ങൾ ഈ മദ്രസ ജീവികളെടുത്ത് നമ്മളിത് പറയുമ്പോൾ ബുദ്ധിമുട്ട് നമുക്കറിയാം. കാര്യം നേരിട്ട് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതാണ് കുഴപ്പം. ആക്ഷേപം കൊണ്ട് സാറ് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുന്നതല്ല ഇങ്ങനെ ഈ വിഷയം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആരെങ്കിലും ഇത്തരം ഒരു ആക്ഷേപം ഇങ്ങനെ ഉണ്ടല്ലോ, ഒരു ഡിഫറൻറ്റ് ഉണ്ടല്ലോ എന്ന് അക്കാലഘട്ടത്തിൽ ആരെങ്കിലും എടുത്തിയ ചരിത്ര ശത്രുക്കളുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തേനെ, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ശത്രുക്കളായ ചരിത്രകാരന്മാർ പോലും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. പുതിയ ശത്രുക്കൾ വന്ന് പുതിയ വാദങ്ങൾ വരണ്ടേ? നിങ്ങൾ പഴയത് തന്നെ പറഞ്ഞാൽ പറയും, പഴയത് തന്നെ പറയണമെന്ന്. പുതിയത് പറഞ്ഞാൽ പറയാം, അന്നാരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറ. നിങ്ങൾ എന്താ ഇപ്പൊ മാറ്റി പറയണത്? മനുഷ്യരുടെ ജാതകമല്ലേ, മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ സമയം നന്നായിരുന്നു, ഇപ്പൊ മോശം. ഹാരിസ് ഹുസൈന് മുമ്പ് വേറെ ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം പോലെ ആൾക്കാർ പറഞ്ഞിട്ടില്ലേ? ആര് പറഞ്ഞിട്ടുണ്ടോ ഒന്ന് പറഞ്ഞു. ജോസഫ് പറഞ്ഞിട്ടുണ്ട്, അബൂബക്കർ പറഞ്ഞിട്ടുണ്ട്, കോരൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടോ, സുകുമാരൻ പറഞ്ഞിട്ടുണ്ട്. സുകുമാരൻ, അത് ഞാൻ നിങ്ങളുടെ വാപ്പമാരുടെ കാര്യമല്ല പറഞ്ഞത്. തെക്കേടത്തെ സുകുമാരൻ. ആര് ഹുസൈനെ ഞാൻ നിങ്ങൾക്ക് ജന്മം തന്നവരുടെ ഞാൻ നിങ്ങൾക്ക് ജന്മം തന്നവരുടെ ലിസ്റ്റ് അല്ല പറഞ്ഞത്. ആരിപ്പോ നിനക്ക് ഒരു സംഖ്യകളെ പറ്റി നിങ്ങൾ വാല് പൊക്കണ കാണുമ്പോ നമുക്കറിയാം. പറ്റിക്കാൻ വേണ്ടി അവിടെ ഇവിടെ ജോസഫ് പറഞ്ഞു നിങ്ങൾ വാല് പൊക്കിയാൽ ഇടുന്ന ചാണകം ഒട്ടകത്തിന്റെ ചാണകമാണെന്നേ നമുക്കറിയാം. വിളിച്ചു പറയുന്നല്ലാതെ ഇങ്ങനെ അക്കാദമിക്കലായിട്ട് ഒരു ചർച്ചകൾ കൊണ്ട് പറ്റത്തില്ല.
ചെല്ല്. കൊണ്ട് കഴിയത്തില്ല. നീ അത് കഴിയില്ല. പോന്നിട്ടില്ല. കഴിയില്ല. ശുദ്ധമായ ഖുർആൻ നേരത്തെ കട്ട് ചെയ്തിട്ട് പോയ പോലെ ഇപ്പൊ കട്ട് ചെയ്യൂ. ഓതാൻ അറിയത്തില്ല. അതാണ് നേരത്തെ കട്ട് ചെയ്തിട്ട് ഓടിയ പോലെ കട്ട് ചെയ്ത് ഓടൂ. എന്ത് പ്രഹസനമാണ് സജി. 3 ലക്ഷത്തോളം വരുന്ന സംഘടനകാരുണ്ടെങ്കിൽ അവർക്ക് ഈ പാവം നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. അവരെ ഇങ്ങനെ കുഴുങ്ങി തിന്ന് നീ ഇങ്ങനെ എത്ര കാലം ജീവിക്കണം പൊന്നു? നാളെ കുറച്ചു കാലമെങ്കിലും മനുഷ്യനായിട്ട് ജീവിക്കണം. കുറച്ചു കാലം നീ മനുഷ്യനായിട്ട് ജീവിക്കും. നീ ഇസ്ലാമിന്റെ ആദ്യക്കാരനാകണമെന്നില്ല. നിനക്കൊരു മനുഷ്യനായിക്കൂടെ? നീ ഏത് ആവശ്യത്തിൽ നിന്നാലും നിനക്കൊരു മനുഷ്യനായിക്കൂടെ? മുഹമ്മദ് നബി അബ്ദുള്ള മരിച്ചു കഴിഞ്ഞിട്ട് 4 കൊല്ലം കഴിഞ്ഞാണ് പ്രസവിച്ച്. എന്താ പഴയത് പറഞ്ഞാൽ പറയും പഴയത് തന്നെയാണ് പറയുന്നത്. പുതിയത് പറഞ്ഞാൽ പറയും ഇത് പണ്ടാരും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയുന്നേ. എന്റെ കോഴികൾ കാണാൻ നീ ഒരു അയൽക്കൂട്ടത്തിന് പോകും. നിനക്ക് പെണ്ണുങ്ങൾക്ക് വെച്ച് അയൽക്കൂട്ടത്തിന് പോടാ, അല്ലെങ്കിൽ അല്ല ഞാൻ കുട്ടിയാണെങ്കിൽ ഞാൻ ആൺകുട്ടിയല്ല. ഒറ്റ റെഫറൻസ്. എടാ കോയാണെങ്കിൽ എത്ര ജീവിക്കണം നീ? കോയ ചെല്ല് കോയ. സാറല്ല കോയ. കുരു പൊട്ടി ഇങ്ങനെ ഇരിക്കും. എനിക്കറിയാം. നിങ്ങളെ കുരു വലിയൊരു കുരുവായിരുന്നു. ചോദ്യത്തിനുള്ള ഉത്തരമല്ലേ നമ്മള് പറയണത്. എന്ത് പറഞ്ഞു? ഉത്തരം പറഞ്ഞു കഴിയുമ്പോ കിടന്ന് ഇതുപോലെ കുരു പൊട്ടിയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞു. എടോ താൻ എന്നെ കുത്തുവാള എടുപ്പിക്കാൻ വന്നാണോ? കാലം കുറച്ചാലും ഇപ്പൊ ശരിയാക്കാന്ന് ചിലച്ചോണ്ടിരുന്നാ പോരാ. എപ്പ ശരിയാക്കാ ഒക്കെ ഒന്ന് ഇപ്പൊ പറയണം. അത് നിങ്ങൾ പോയി വായിക്കേ. എത്ര കിതാബുകളുണ്ട്. പോയിരുന്നു വായിക്കേ. നീ എത്ര കാലം പോയിരുന്നു വായിക്കോയാ. ചെല്ല് കോയ. ചെല്ല് എത്ര കാലം തുറന്ന് തിന്നുകൂടാ പൊന്ന് മാണിക്കല്ലേ? എത്ര കാലം നീ ഇങ്ങനെ എത്ര കാലം വേണേലും തുറന്ന് തിന്നും. നിങ്ങളുള്ളിടത്തോളം കാലം കോയമാർ ഇതേപോലെ കുരു പൊട്ടാൻ ബാക്കിയുള്ളിടത്തോളം കാലം നമ്മൾ തുറന്ന് തിന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, നിങ്ങളെ പോലെയുള്ള കുരു പൊട്ടാൻ നിൽക്കുന്ന കോയമാരുള്ള കാലത്തോളം നമ്മൾ തുറന്ന് തിന്നുകൊണ്ടേയിരിക്കും. നീ അതിന് മറുപടി പറഞ്ഞാടാ. ഓക്കെ, നിങ്ങൾ ഈ റേഡിയോ ആയിട്ട് ഇങ്ങനെ ഓൺ ആയിക്കോട്ടെ എന്ന് എനിക്ക് മറുപടി ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ഓഫ് ആക്കുക, റേഡിയോ ഓഫ് ആക്കുക. മറുപടി പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റേഡിയോ ഓഫ് ആക്കുക. അറിയാൻ വയ്യാത്ത നീ അതാ പറയുന്നത്, നിങ്ങൾ റേഡിയോ ഓഫ് ആക്കുക. നീ ആ സംഖ്യകളെ വിളിച്ചിട്ട് റേഡിയോ ഓഫ് ആക്കണേ. അവരെ കൊണ്ട് തന്നെ നീ നിങ്ങൾ റേഡിയോ ഓഫ് ആക്കണേ. വായിക്കെടുക്കുന്ന എല്ലില്ലാത്ത നാവാന്ന് വിചാരിച്ച് എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് വിളമ്പരുത് കേട്ടോ. ചെല്ലു. നീയൊക്കെ ചെല്ല്. ഇന്ന് വെളിച്ചെണ്ണ പ്രയോഗം കഴിഞ്ഞു. ഇന്നത്തെ വെളിച്ചെണ്ണ പ്രയോഗം കഴിഞ്ഞു. ഇന്നത്തെ വെളിച്ചെണ്ണ പ്രയോഗം കഴിഞ്ഞോ? ഈ മനസ്സിൽ കുഷ്ടം വെച്ചിട്ട് എത്ര ദൈവങ്ങളെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഈ ഏരിയ കണ്ടുവരുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.